ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന യഷ് പ്രധാന കഥാപാത്രത്തിലെത്തുന്ന ടോക്സിക്കിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സിനിമ കുറേ കോൺട്രവേഴ്സികളും പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. ഇത് ഏകദേശം ഏപ്രിൽ എങ്ങാണ്ട് റിലീസ് ആകേണ്ടതാണ്. അത് കഴിഞ്ഞ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്ത് കുറേ റീസ്കെഡ്യൂൾ ചെയ്ത് റീഷൂട്ട് ചെയ്ത് പിന്നെ പറയുന്ന കേട്ടോ നമ്മുടെ റോക്കി ബൈ അതായത് യാഷ് ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ട് സാറ്റിസ്ഫൈ ആയില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. പിന്നെ യാഷ് തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. അവസാനം ഈ സിനിമ മാറി ഈ ഓഗസ്റ്റിൽ റിലീസ് ആകാൻ പോകുന്നുണ്ട്, 28-നാണെന്ന് തോന്നുന്നു. സോ ഇതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സിനിമയുടെ ടീസർ വന്നപ്പോൾ തൊട്ടേ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഗീതു മോഹൻദാസിൻ്റെ കാര്യമല്ല, ഗീതു മോഹൻദാസിനെ കുറേ WCCനെ ചൊല്ലിയുള്ള വുമൺ ഒബ്ജക്റ്റിഫിക്കേഷനും അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പറഞ്ഞ ആൾ ഈ സിനിമയ്ക്കകത്ത് വുമൻസിനെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്താക്കുന്നത്, അതിൻ്റെ ഒരു ടീസറൊക്കെ ഇറങ്ങി നമ്മൾ കണ്ടാണ്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല. സോ അങ്ങനെ ടീസറും പിന്നെ കുറേ പരിപാടിയൊക്കെ ഇറങ്ങി ഭയങ്കര കോൺട്രവേഴ്സീസും പരിപാടിയൊക്കെ ആയിരുന്നു. സോ ഇതെല്ലാം കഴിഞ്ഞ് ഈ മാസം വരുന്നുണ്ട്. അതിൻ്റെ ട്രെയിലർ വന്നിട്ട് നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. 4 മിനിറ്റ് 39 സെക്കൻഡുമാണ് ട്രെയിലർ. എൻ്റെ മോൻ ഇത്രയും നേരം കഥ മൊത്തമുണ്ട്. പക്ഷേ ഇതിൻ്റെ അല്ല ഞാൻ കണ്ടിട്ട് പറയാം, അതായിരിക്കും നല്ല. നമുക്ക് ഇതെല്ലാം കണ്ടു നോക്കാം. 4 മിനിറ്റ് KVN പ്രൊഡക്ഷൻസ്, മോൺസ്റ്റർ മൈൻഡ്, ലയൺസ്കേറ്റ്. പിന്നെ ഞാൻ കാര്യം പറയാം, ലയൺസ്കേറ്റ് കണ്ടപ്പോൾ ഓർത്ത ഈ ലയൺസ്കേറ്റാണ് ഇതിന് അവർ അസോസിയേഷൻ ചെയ്യുന്നത്. അതായത് ഈ ജോൺ വിക്കിൻ്റെ സ്റ്റണ്ട് മാസ്റ്ററൊക്കെയാണ് ഈ സിനിമ ടോക്സിക്കിനകത്ത് വർക്ക് ചെയ്താക്കുന്നതാണ് പറയുന്നത്. ലയൺസ്കേറ്റ് നമ്മുടെ ജോൺ വിക്കിൻ്റെയൊക്കെയാണ് ലയൺസ്കേറ്റ് പരിപാടി. പുള്ളിയുടെ എല്ലാം ഈ ലയൺസ്കേറ്റാണ് എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻ പരിപാടിയൊക്കെ. സോ അതിൻ്റെ കാണാനുണ്ടെന്ന് തോന്നുന്നു, നമുക്കറിയില്ല. ഇതിൻ്റെ ട്രെയിലർ അതെനിക്ക് ഫൈറ്റ് സീൻസ് കണ്ടാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും മേ ബി. മലയാളം ദേഷ്യം സെറ്റ് നല്ല രസമുണ്ട്. ഇതിൻ്റെ ഞാൻ ടീസർ ഫസ്റ്റ് വന്നപ്പോൾ നോക്കിയപ്പോൾ നല്ല കിടിലാണ്. സെറ്റ് മേക്കിംഗ് പരിപാടിയൊക്കെ ഓക്കെയാണ്. പിന്നെ കുറച്ച് CGI പ്രശ്നം എനിക്ക് അന്ന് തോന്നിയിരുന്നു. മേ ബി ഇതിനകത്ത് നമുക്ക് നോക്കാം. ജോക്കർ മുഖത്ത് ചായം തേച്ചുകൊണ്ട് ചെറുപ്പം നമുക്കുള്ളിലെത്തും. നമ്മളെ നഷ്ടതലവരെ മായ്ക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. എനിക്ക് ഇതിനകത്ത് പണ്ടത്തെ ടീച്ചർ കണ്ടപ്പോഴും ഫീൽ ചെയ്ത കാര്യമാണ്. അതായത് ഡയലോഗ്സിന് ഇച്ചിരി നാടകീയത ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം. അതായത് ഒരു ഭയങ്കര നാടകീയത. മറ്റേ ആദ്യത്തെ റായാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനത്തിനകത്തല്ലേ, അതിനകത്തൊക്കെ കുറേ വേറെ സീൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഡയലോഗ്സ് വരുമ്പോൾ ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നു. എന്താണ് ഈ സിറ്റി മുഴുവൻ നീ ഭരിക്കണം. ഫ്രെയിംസ് ഒക്കെ നൈസാണ്. സുദേവ് നായർ, സോറി, കുമാർ ഖുറേഷി. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനിട്ട് ഒന്ന് പറക്കണം. എനിക്ക് എന്താ നടക്കൂ? റോക്കിംഗ് സ്റ്റാർ യാഷ്. അയാളുടെ സ്നേഹം തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ല. ആ ഒരു ഓറയുണ്ട്. ആഫ്റ്റർ ഓൾ ഈ പടം എങ്ങനെയാണെങ്കിൽ പോലും ആ ഒരു പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതൊരു വന്ന് നിൽക്കുമ്പോൾ ആ ഫീല് കിട്ടും. എന്നാൽ അയാളുടെ ഹൃദയം അതിരുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. പെണ്ണിന് അലങ്കാരമാണ് അഴക്. ആ അഴകിനെ ഇങ്ങനെ ആയുധമാക്കിയ റോക്കി ബായുടെ സൗണ്ട് കൊടുത്താക്കുന്ന നല്ല ശോകമായിട്ടുണ്ട്. ഡബ്ബിങ് അതെന്താണ് പുള്ളിക്ക് മറ്റേ KGF അങ്ങേരിനെ ഡബ് ചെയ്താൽ പോലെ ഇതൊരുമാതിരി ഭയങ്കര പ്രായമുള്ളൊരു ഫീൽ കിട്ടുന്നു ഡബ്ബ്. ഇത് ഞാൻ ഓർത്തു കഴിഞ്ഞ ട്രെയിലർ എങ്ങാണ്ട് വന്നപ്പം ജസ്റ്റ് ട്രെയിലറിന് വേണ്ടി ഒരു സ്പോട്ടപ്പ് അങ്ങനെയെല്ലാം ചെയ്താന്ന് ഓർത്ത്. പക്ഷേ ഇത് ഭയങ്കര ശോകമാണ് കേട്ടോ. ഈ ഒരു ആ ഡബ്ബൊന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ഇത്രയും മുതൽ മുടക്കി വരുന്ന ഈ പടമല്ലേ, ആ ഡബ്ബിങ് ഇത് പുള്ളിക്ക് ചേരുന്നില്ല ആ വോയിസ്. Who the hell are you? Rukku. Who the hell are you? I'm a sperm.
supposed to be my fucking fairy tale. ഓ വയലൻസ് ആണ്. ഓക്കെ ബൈ. I was hoping to have a civilized conversation. അതായത് ഞാൻ പറയും ഈ സിനിമ 80+ എന്നൊക്കെ പറഞ്ഞാൽ പ്രോപ്പർ 80+ ആണ്. അപ്പോൾ അത് ഓർത്തൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ഈ പടത്തിന് വന്നു കഴിഞ്ഞുള്ള അവസ്ഥ ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പടം എനിക്ക് തോന്നുന്നു യൂത്ത് യങ്സ്റ്റേഴ്സ് അങ്ങനെയുള്ളവരാണ് ഈ പടം കൂടുതലും കാണത്തുള്ളൂ. ഇൻ കേസ് ഫാമിലി ആയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിലറും ടീസറൊക്കെ കണ്ടിട്ട് വരിക. ഇത് പല സാധനവും കാണും. റോക്കി ഭായ്, ഓ നൈസ്. Do I look civilized to you? ട്രെയിലർ കട്ട് നല്ല രസമുണ്ട് കേട്ടോ. അതൊരു പുള്ളിയുടെ മോൻ വെർഷനാണ് നമ്മൾ ഇത് തന്നെ. ഓക്കെ അത് തന്നെ. കഴിഞ്ഞ പ്രാവശ്യം ലുക്ക് കാണിട്ടില്ലായിരുന്നു. ബിയേഡ് ഇല്ലാത്ത റോക്കി ഭായി. സൈക്കോ സൈക്കോ. അവസാനിക്കാന്ന് തനിക്ക് തന്നെ അറിയാലോ. ഈ സൗണ്ട് എനിക്ക് തോന്നുന്നു യാഷിൻ്റെ മോനുള്ള സൗണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ ആൾ തന്നെ കൊടുക്കുന്നതെന്ന്. ഓക്കെ, മേ ബി അതായിരിക്കും മറ്റേ ആളെ ഡബിനെടുത്ത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ആദ്യത്തെ രായ എന്ന് പറഞ്ഞ ക്യാരക്ടറിനുള്ള ഡബ് ഭയങ്കര ശോകമായിട്ട് ഫീൽ ചെയ്യുന്നു. ഫ്രെയിം ഉണ്ടോ, കാശ് മുടക്കിയിട്ടുണ്ടോ നല്ല രീതിക്ക്. ഓ നൈസ്. ഓ ഓരോ തീരുമാനത്തിലും തക്കതായ വില കൊടുത്തേ പറ്റൂ. എന്താണ് എന്താണല്ല ഗീതു മോഹൻദാസ്. ടോക്സിക്, നൈസ്. എ ഫെയറി ടെയിൽ ഫോർ ഡോഗ്സ്. ആ നെ 26/8. ഓ ഈ മാസം 26-നാണ് സിനിമയുടെ റിലീസാകാൻ പോകുന്നത്. ഇത് ഒന്ന് യാഷിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കരമാണ്. അത് പുള്ളി ഇപ്പം എത്ര മോശം പടമുള്ള പുള്ളി ഒന്ന് സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരു ഓറ ഫീൽ ചെയ്യും. അത് കിട്ടിലിനടി അത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ടാഗ് ലൈൻ തന്നെ ഫെയറി ടെയിൽ ഫോർ ഗ്രോണപ്സ്. ആ ഒരു ഫെയറി ടെയിൽ എന്ന രീതി പോലെയാണ് ഈ സിനിമ. അതായത് കുറേ ഭയങ്കര ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഇത് അത്യാവശ്യം നല്ല മുതൽ മുടക്കി വരുന്ന സിനിമയാണ്. ആ ഇതിൻ്റെ ഫ്രെയിംസ് കാണാറുണ്ട്. എനിക്ക് ആ പറഞ്ഞത് കല്യാടിയായിട്ട് ഒന്ന് ഞാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഡയലോഗ് ഡെലിവറി, അതായത് നാടകീയം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സാധനം എനിക്ക് ആദ്യം തൊട്ടേ ആദ്യത്തെ ടീസറും മറ്റേ ഫസ്റ്റ് ലുക്ക് സാധനവും ഗ്ലിംസ് എല്ലാം വന്നപ്പോൾ തൊട്ട് നമുക്കൊരു ഫീൽ ചെയ്യുന്ന ഒരു നാടകീയത. ബട്ട് ഈ ചിലപ്പം അത് ഇപ്പോൾ KGF എന്ന സിനിമ ആദ്യമായിട്ട് ഫസ്റ്റ് കാണുമ്പോൾ ആദ്യത്തെ കുറച്ച് പാട്ട് നമുക്ക് അതുപോലെ തോന്നും, നമ്മളങ്ങനെ ഒരു പടം ഇതിനെ കാണാതുണ്ട്. ബട്ട് പക്ഷേ അത് കഴിഞ്ഞ് ആ പടം പോകുന്ന വേറെ ലെവലിലേക്കാണ്. സോ അതുപോലെ ഇതും വരട്ടെ എന്നറിയാം. പിന്നെ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അത്യാവശ്യം നല്ല വയലൻസ് ഉണ്ട്, അഡൽട്ട് കണ്ടൻറ്റൊക്കെ നല്ല രീതിക്ക് കാണും. അവർ അത് തന്നെയാണ് പറയുന്നത്, അവർ മാർക്കറ്റ് ചെയ്യുന്ന രീതി അത് തന്നെയാണ്. ഫെയറി ടെയിൽ ഫോർ ദ ഗ്രോണപ്സ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ടോക്സിക്, പക്ക ടോക്സിസിറ്റി നിറഞ്ഞൊരു സിനിമയായിരിക്കും ഇത്. സോ അത് മൈൻഡിൽ വെച്ചോണ്ട് പറയും. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയും ഇതിനകത്ത് മൊത്തം ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു വന്നിരുന്നുള്ളവരോട് ഞാൻ പറയുന്നതാണ്. ഈ പടം അവരങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പം മാർക്കോ അതിൻ്റെ കുറേ പേര് പറയുന്നുണ്ട് ഇത് ഭയങ്കര വയലൻസ് ആണ്, ഇത് ഓവർ വയലൻസ് ആണ്. ആ പടം ബ്രാൻഡ് ചെയ്താക്കുന്ന രീതി തന്നെ ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻസ് ആയിട്ടുള്ളൊരു പടമായിരിക്കും എന്ന രീതിയിലാണ് അവർ ബ്രാൻഡ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു പടം ആ ബ്രാൻഡ് ചെയ്യുമ്പം നിങ്ങൾ ഇതിനെ വേറെ എന്ത് എക്സ്പെക്ട് ചെയ്താണോ സിനിമ കാണാൻ പോകുന്നത്, അത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തും പറയുന്നത്. ഇതൊരു പക്ക ടോക്സിസിറ്റി ആയിരുന്ന ഒരാളുടെ ആക്ച്വലി എനിക്കതൊരു ഫാദർ സൺ റൈവലറി ആ ഒരു സംഭവമാണ്. അതായത് അച്ഛൻ മോൻ തമ്മിലുള്ള സംഘർഷവും പരിപാടിയാണ് ഇതിനകത്ത് കാണിക്കാൻ പോകുന്നത്. എനിക്കിത് കണ്ടപ്പം നമ്മുടെ തമിഴിലൊരു സിനിമയുണ്ട്, നമ്മുടെ വിക്രത്തിൻ്റെ മഹാൻ എന്ന് പറഞ്ഞാൽ കിട്ടിയിലും പടമാണ്. കാർത്തിക് സുബ്ബരാജൻ്റെ ആ ഒരു പാറ്റേൺ കിട്ടി. അതായത് ഭയങ്കര ടോക്സിസിറ്റി പറഞ്ഞൊരു
മോൻ്റെ, അതായത് കൊച്ചിനെ ചെറുപ്പം തൊട്ടേ അപ്പനിൽ നിന്ന് വേർപെട്ട് പോയി ഗാന്ധിയനായിട്ടുള്ളൊരു കൊച്ചാണ്. പുള്ളിക്കാരൻ അമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിറ്റി ആയിട്ട് ഇതിനെതിരെ പോരാടാൻ വേണ്ടി കുട്ടി വളർന്നു കണ്ട് അപ്പനും മോനും തമ്മിലുള്ള ഫൈറ്റ് കാര്യങ്ങൾ ആ ഒരു ഫീൽ വന്നിട്ടുണ്ട്. ഇതും ടക്ക് ലൈഫ് എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൻ്റെ ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ഫീൽ. മേ ബി അതൊന്നും അല്ല, ഇത് ഇഷ്ടംപോലെ ഈ ഒരു കോൺസെപ്റ്റ് ഇഷ്ടംപോലെ ഉണ്ട്. ബട്ട് അതെങ്ങനെ മേക്ക് ചെയ്യുന്നു, അതെങ്ങനെ ഇവരെങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട ഇതിൻ്റെ BGMസും കാര്യങ്ങളും നല്ല രസമുണ്ട്, കേൾക്കാൻ ഇതുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ ഗ്ലിംസ് വന്നു, ഒരു ടീസർ കണ്ട് ഇതിന് മുമ്പ് വന്നു, ഇപ്പോൾ ട്രെയിലർ വന്നു. ഇതിനകത്ത് എന്തോരം സീൻ, അതായത് അതിനകത്തുള്ള ഭാഗം ഒന്ന് റിപ്പീറ്റേറ്റ് ചെയ്ത് കാണിക്കുന്ന പോലില്ല. അതായത് നമ്മളെ വീണ്ടും ആ ഭാഗം ഒന്നും തന്നെ ട്രെയിലറിൽ കാണിക്കുന്നത്, ആദ്യം ഗ്ലിംസിൽ കണ്ട ഭാഗങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് ഓർക്കുന്നത് ഇതിനകത്ത് ഫൈറ്റ് രംഗം തന്നെയായിട്ട് ഇഷ്ടം പോലെ സീൻ കാണിച്ചിട്ടുണ്ട്. ഇത് എത്ര ഡ്യൂറേഷൻ എത്ര ഈ സിനിമയുടെ, ഈ 4 മിനിറ്റ് 38 സെക്കൻഡും തന്നെ ഇവരിപ്പോൾ കാണിച്ചാൽ ഒരു സാധനം പോലും ഈ ടീസറിലോ ട്രെയിലറിലോ അങ്ങനെ ഒത്തിരിയായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ പടത്തിൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത്. പിന്നെ മുടക്കിയതിനുണ്ട്, പടത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ റോക്കി ഭായ് പറയുന്നത് ഈ സിനിമയും നമ്മുടെ രാമായണം കഴിഞ്ഞ് പുള്ളി ഇനി കുറേ ആൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നൊക്കെയാണ്. KGF ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കൂടിയാണ് ഈ ഒരു പടം വരുന്നത്. ഇനി രാമായണം അടുത്ത വർഷമൊക്കെ വരും, അല്ല ഈ വർഷം രാമായണം ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും തീർന്നു കഴിഞ്ഞാൽ പുള്ളി റെസ്റ്റ് എടുക്കാൻ പോവാണ്. പുള്ളി ആ പടം 1-2 പടം ഒന്നും ചെയ്തിട്ടുള്ളൂ. എന്തിനാണ് ഇത്രയും നല്ലൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. കാരണം പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അപാരമാണ്. ആ ഫ്രെയിമിൽ വന്ന് നിൽക്കുമ്പോൾ പുള്ളിക്ക് കിട്ടുന്ന ഓറയുണ്ട്, അതൊരു ഭയങ്കര ലെവലാണ്. ബട്ട് ആ മനുഷ്യനൊക്കെ എന്തിനാണ് റോക്കി ഭായ് ഇത് നിർത്തി പോകുന്നത് എനിക്കറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് ഏകദേശം എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഈ പടം ഉദ്ദേശിക്കുന്ന സാധനം തന്നെയാണ്. പിന്നെ കുറേ ഒരു നാടകീയ സാധനങ്ങളും കുറച്ച് ഇതൊക്കെ ഉണ്ട്, അത് സഹിക്കുക അത്രയേ ഉള്ളൂ. മേ ബി ഇതിന് മുമ്പ് വന്ന ടീസറും ഗ്ലിംസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ട്രെയിലറാണ്. സോ ലാൻഡ്സ്കേപ്പ് പിന്നെ ഞാൻ പറയുന്നത് ഇതിനകത്ത് ആക്ഷൻസാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം ജോൺ വിക്കിൻ്റെയൊക്കെ ആക്ഷൻ ചെയ്ത ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊന്ന് കാണണമെന്നുണ്ട്. സോ എനിക്കിതാണ് ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ വരുന്നത് ഇറ്റ്സ് മീ അഭിജിത്ത്, താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലിക്കർ ഫിലിംസ്.